വലിയ വലിയ യുദ്ധങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നമ്മുടെ കൂടെയുള്ള ആളുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നം വലുതാക്കാനും അത് വലിയ രൂപത്തിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ചില ആളുകൾ, അവർ എരിയുന്ന തീയിൽ എണ്ണൊഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള പ്രവർത്തനമാണ്. ഒരു വിഭാഗത്തിൻ്റെ കുറ്റം മറ്റേ വിഭാഗത്തിനോട് പോയി പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അവരെ തമ്മിലെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ നമുക്കറിയാം. അത് മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്നു. പ്രവാചകൻ വരുന്നതിന് മുന്നേ മദീനയിൽ രാജാവാകേണ്ടിയിരുന്ന ആളാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ. എന്നാൽ പ്രവാചകൻ വന്നതോടുകൂടെ പിന്നെ അതിന് സ്ഥാനമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ. ഒരിക്കൽ സ്വഹാബാക്കൾ പറഞ്ഞു, നിങ്ങൾ പ്രവാചകനോട് സുലൂലിനെ കാണാൻ വേണ്ടി പറയാണ്. അങ്ങനെ പ്രവാചകൻ സമ്മതിച്ചു. ഒരു കഴുതപ്പുറത്ത് കയറിയിട്ട് പ്രവാചകൻ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ കാണാൻ വേണ്ടി പോവാണ്. കൂടെ സഹാബാക്കളുണ്ട്. സഹാബാക്കൾ കാൽനടയായിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ സുലൂലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ, സുലൂലിൻ്റെ അടുത്തെത്തിയപ്പോൾ സുലൂല് പ്രവാചകനോട് പറയാണ്, പിന്നെ അങ്ങയുടെ അല്ലെങ്കിൽ തൻ്റെ കഴുതയുടെ മണം എന്നെ വല്ലാതെ അരോചകപ്പെടുത്തുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ട സ്വഹാബാക്കൾക്ക് വല്ലാത്ത ഒരു ദേഷ്യം വന്നു. കാരണം വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയോട് അപമര്യാദയായിക്കൊണ്ട് പെരുമാറിയതും പോരാഞ്ഞിട്ട് അതാരാണ്? അത് അവരുടെയൊക്കെ നേതാവായ പ്രവാചകനാണ്. എന്നിട്ടാണ് ഈ രൂപത്തിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ സഹാബാക്കളിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകന്റെ കൈതയുടെ മണം നിന്റെ മണത്തേക്കാൾ എത്രയോ ഉത്തമമാണ് എന്ന രൂപത്തിൽ. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂല് ഒരു ഔസ് ഗോത്രക്കാരനായിരുന്നു. സഹാബാക്കളുടെ കൂടെ ഔസ് ഗോത്രത്തിൽപ്പെട്ട മറ്റു ചില ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടതോടുകൂടെ ഔസ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെക്കുറിച്ച് ഈ രൂപത്തിൽ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഗോത്രപ്രശ്നം ഉടലെടുക്കുകയാണ്. അങ്ങനെ അവിടെ പ്രശ്നമായി ചെറിയ രൂപത്തിൽ സംസാരമൊക്കെ ആയപ്പോഴാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 9-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത് എന്ന് നമുക്ക് ചില റിപ്പോർട്ടുകൾ കാണുവാൻ പറ്റും. എന്താണ് അള്ളാഹു പറയുന്നത്? وَإِن طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا فَإِن بَغَتْ إِحْدَاهُمَا عَلَى الْأُخْرَى فَقَاتِلُوا الَّتِي تَبْغِي حَتَّى تَفِيءَ إِلَى أَمْرِ اللَّهِ فَإِن فَاءَتْ فَأَصْلِحُوا بَيْنَهُمَا بِالْعَدْلِ وَأَقْسِطُوا إِنَّ اللَّهَ يُحِبُّ الْمُقْسِطِينَ. എന്താണ് അള്ളാഹു പറയുന്നത്? വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ടു വിഭാഗം ആളുകൾ ഇഖ്തതലു ഫഅസ്ലിഹു ബൈനഹുമാ, അവർ ഇഖ്തതലു തമ്മിലടിക്കുകയാണെങ്കിൽ, പരസ്പരം പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ, ഫഅസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ അവരെ നന്നാക്കണം എന്നാണ്, അല്ലെങ്കിൽ അവർക്കിടയിൽ നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം എന്നാണ്. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിലുള്ള ഒരാൾ മറ്റേയാളുമായിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫഖാതിലുല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ, നിങ്ങൾ ആ പ്രശ്നമുണ്ടാക്കുന്ന ആളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സമരത്തിൽ ഏർപ്പെടണം എന്നാണ്. ഏതുവരെ? ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നതുവരെ. ഫഇൻ ഫാഅത് ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വഅഖ്സിതു, അങ്ങനെ അവർ മടങ്ങി വന്നാൽ വീണ്ടും നിങ്ങൾ അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കണം. എങ്ങനെ? ബിൽ അദ്ൽ, നീതിയോടുകൂടെ. എന്തുകൊണ്ടാണ് നീതിയോടുകൂടെ എന്ന് പറഞ്ഞാൽ? അത് പറയാൻ കാരണം എന്താണ്? ഒന്നാമത് നമ്മൾ ശ്രമിച്ചപ്പോൾ അവർ വന്നിട്ടില്ലെങ്കിൽ രണ്ടാമത് അവരുമായിട്ട് സമരം നടത്തിയതിന് ശേഷമാണ് അവർ പിന്നീട് തിരിച്ചു വരുന്നത്. അവർ ബലം പ്രയോഗിച്ച് കൊണ്ടുവരാൻ. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ അവരോടൊരു എന്തെങ്കിലുമൊക്കെ തോന്നാം. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് ബിൽ അദ്ൽ, അവരോട് രണ്ടാമത്തെ തവണ നീതിയോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? സുൽഹ് ഉണ്ടാക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ് വഅഖ്സിതു, നിങ്ങൾ നീതിമുറ പാലിക്കുകയും ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതിമുറ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതവസരത്തിലും നമ്മൾ നീതി പാലിക്കണം എന്നുള്ളതാണ്. അലി റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം. അലി റളിയല്ലാഹുവിൻ്റെ പടയങ്കി ഒരു പ്രാവശ്യം കാണാതെ പോവാണ്. അത് പ്രവാചകൻ നൽകിയ പടയങ്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ അലിക്ക് അത് അത്രയധികം വേണ്ടപ്പെട്ടതായിരുന്നു. അത് ഒരു പ്രാവശ്യം ഒരു ജൂതന്റെ കയ്യിൽ കണ്ടപ്പോൾ അലി റളിയല്ലാഹുവിന് ഉറപ്പായി ഇതെൻ്റെതാണെന്നുള്ളത്. ആ സമയത്ത് ഖലീഫയാണ് അലി റളിയല്ലാഹു, നമ്മൾ മനസ്സിലാക്കണം. അലി റളിയല്ലാഹു നേരെ ആ സമയത്തുള്ള ജഡ്ജിയുടെ അടുത്ത് പോവാണ്, ഖാദിയുടെ അടുത്ത് പോവാണ്, വിവരം പറയാണ്. രണ്ടുപേരെയും ഖാദി കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു, മറുഭാഗത്ത് ജൂതൻ. ജൂതനോട് പറഞ്ഞു, ഇത് അലി റളിയല്ലാഹുവിൻ്റെതാണെന്ന് അലി പറയുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ വാദം? അപ്പോൾ ജൂതൻ പറഞ്ഞു, ഈ പടയെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലല്ലേ ഉള്ളത്, അപ്പോൾ ഇത് എൻ്റെതാണെന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹുവിനോട് ജഡ്ജി പറഞ്ഞു, താങ്കൾ തെളിവ് കൊണ്ടുവരണം, കാരണം തെളിവില്ലാതെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ മകനും എൻ്റെ അടിമയും സാക്ഷിയുണ്ട് ഇതെൻ്റെതാണ് എന്നുള്ളത്. അപ്പോൾ അലി റളിയല്ലാഹുവിനോട് ഖാദി പറഞ്ഞു,
മകൻ്റെ സാക്ഷി വാപ്പാക്ക് അനുകൂലമായിട്ട് സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ജൂതൻ ഞെട്ടിപ്പോവാണ്. കാരണം ഒരു ഖലീഫയോടാണ്, ആ ഭരണാധികാരിയോടാണ് ആ നാട്ടിലെ ജഡ്ജി ഈ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഭരണാധികാരിയോട് പോലും ഈ രൂപത്തിലാണ് എങ്കിൽ എന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ, ആ ജൂതൻ പറയുകയാണ്, ഇത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്, സിഫീൻ യുദ്ധകാലത്ത് ഞാൻ മോഷ്ടിച്ചതാണ് എന്നും ഞാനിത് ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നും. നോക്കൂ, ഇതാണ് ഇസ്ലാമിൽ നീതി, അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിൽ എങ്ങനെയാണ് നീതി നടപ്പിലാക്കേണ്ടത് എന്നതിന് ഉത്തമ ഉദാഹരണം. അങ്ങനെ നീതി നടപ്പിലാക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് പ്രകാശത്തിൻ്റെ ഇരിപ്പിടത്തിന്മേൽ അവരെ ഇരുത്തും എന്ന് സ്വഹീഹായ റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീതിമാന്മാരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.